അലിഫ് ലാം മീം. സൂറത്തുൽ ബഖറ തുടങ്ങുന്നത് തന്നെ ഈ 3 അക്ഷരങ്ങൾ വെച്ചിട്ടാണ്. ഇവക്ക് മൊത്തത്തിൽ പറയുന്ന പേര് ഹുറൂഫുൽ മുഖത്താത്ത് എന്നാണ്. ഈ ഹുറൂഫുൽ മുഖത്താത്തിന്റെ പ്രത്യേകത ഇവക്ക് നമ്മൾ ഹറക്കത്ത് കൊടുത്തുകൊണ്ട് ഉച്ചരിക്കുകയില്ല എന്നതാണ്. ഉദാഹരണത്തിന് ഇപ്പൊ സൂറത്തുൽ ഫീൽ തുടങ്ങുന്നതും ഇതുപോലെ 3 അക്ഷരങ്ങൾ വെച്ചുകൊണ്ടാണ്. എന്നാൽ ആ 3 അക്ഷരങ്ങൾ നമ്മൾ അലം എന്നാണ് വായിക്കാറ്. അതായത് ആദ്യത്തെ അലിഫിന് നമ്മൾ ഹംസ കൊടുക്കുന്നുണ്ട്, ഫത്ഹ കൊടുക്കുന്നുണ്ട്, ലാമിനും മീമിനും നമ്മൾ ഹറക്കത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ വായിക്കുന്നത് അലം എന്നാണ് വായിക്കാറുള്ളത്. എന്നാൽ ഹുറൂഫുൽ മുഖത്താത്ത് നമ്മൾ അലിഫ് ലാം മീം, അലിഫ് ലാം റാ, ഹാ മീം എന്നിങ്ങനെ അക്ഷരമാലയിൽ ഉള്ളതുപോലെ ഉച്ചരിക്കുകയാണ് ചെയ്യാറ്. ഈ പറയുന്ന അലിഫ് ലാം മീം എന്നുള്ളത് തജ്വീദ് നിയമപ്രകാരം എങ്ങനെയാണ് പാരായണം ചെയ്യുക എന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം നമ്മൾ ചെയ്യുന്നത് അലിഫ് ലാം മീം എന്നുള്ളതിനെ സെപ്പറേറ്റ് ആക്കി എഴുതിയിരിക്കുകയാണ്. അതായത് ഓരോ വാക്കായി വേർഡായിട്ട് നമ്മൾ എഴുതിയിരിക്കുകയാണ്. ആദ്യത്തേത് അലിഫ്. അലിഫ് എന്ന് പറയുമ്പോൾ അവിടെ മദ്ദക്ഷരങ്ങളോ ഇദ്ഗാമോ ഉന്നയോ ഒന്നുമില്ല, നീട്ടാനും മണിക്കാനും ഒന്നുമില്ല, അലിഫ്. എന്നാൽ രണ്ടാമത്തെ അക്ഷരം നോക്കിയാട്ടെ, ലാം എന്ന് പറയുമ്പോൾ അവിടെ ഒരു മദ്ദക്ഷരം വന്നിട്ടുണ്ട്, മദ്ദക്ഷരത്തിന് ശേഷം സുക്കൂൻ വന്നിട്ടുണ്ട്. മദ്ദക്ഷരത്തിന് ശേഷം സുക്കൂൻ വന്നു കഴിഞ്ഞാൽ അവിടെ 6 ഹറക്ക അല്ലെങ്കിൽ 6 അനക്കം വരെ നമ്മൾ നീട്ടണം. ഇനി മൂന്നാമത്തെ അക്ഷരം നോക്കിയാട്ടെ, മീം. സെയിം ആണ്. യാ എന്ന മദ്ദക്ഷരത്തിന് ശേഷം സുക്കൂൻ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെയും നമ്മൾ 6 അനക്കം വരെ നീട്ടണം. ഇനി ഇതല്ലാതെ മറ്റൊരു നിയമം കൂടി ഇവിടെ ഒളിഞ്ഞിരിപ്പുണ്ട്. അതായത് മീം എന്ന അക്ഷരത്തിന് ശേഷം വീണ്ടും ഒരു മീം വന്നിരിക്കുകയാണ്. അവിടെ നമ്മൾ ഇദ്ഗാം ചെയ്യണം. മീം ആയതുകൊണ്ട് തന്നെ നല്ല ഉന്ന കൊടുത്തുകൊണ്ട് വേണം പാരായണം ചെയ്യാൻ. അപ്പൊ നമുക്ക് നോക്കാം. അലിഫ് ലാം മീം, അലിഫ് ലാം